മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയം 64-ാമത്തെ ദശകത്തിൽ 1-2 ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 1-ാമത്തെ ശ്ലോകം. ആലോക്യശൈലോദ്ധരണാതിരൂപം പ്രഭാവമുച്ചൈസ്തവ ഗോപലോകാഃ വിശ്വേശ്വരം ത്വാമഭിമത്യ വിശ്വേ നന്ദം ഭവജാതകമന്വപൃച്ഛൻ. ഇങ്ങനെ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ഉദ്ധാരണവും അത് കഴിഞ്ഞിട്ട് അത് താഴത്തേക്ക് ഭൂമിയിൽ വെച്ചു. എല്ലാവരും സന്തോഷിച്ചു. ദേവേന്ദ്രനും കൂട്ടരുമൊക്കെ പേടിച്ച് ഓടി എന്ന് പറഞ്ഞു കഴിഞ്ഞ ദശകത്തിൽ. ഇനി ഇപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗോപന്മാർക്ക് എന്താ എന്നില്ലാത്തതായിട്ടുള്ള ഒരു അത്ഭുതവും സന്തോഷവും ഒക്കെ ഉണ്ടായി. അവർ സാധാരണ മനുഷ്യനല്ല കൃഷ്ണൻ എന്ന് തീർച്ചയാക്കിയിട്ട് ഭഗവാനോട് അച്ഛനോട് നന്ദഗോപരോട് ചോദിക്കുകയാണ്. ആലോക്യ ശൈലോദ്ധരണാതിരൂപം, ശൈലോദ്ധരണം തുടങ്ങിയതായിട്ടുള്ള ശൈലത്തിൻ്റെ ഉദ്ധരണം ച പൊക്കൽ. ശൈലോദ്ധരണം പർവ്വതത്തിനെ പൊക്കിയത് കൃഷ്ണൻ. ചെറിയ കുട്ടിയായിട്ടുള്ള 7 വയസ്സായിട്ടുള്ള കുട്ടി ഈ പർവ്വതം പിടിച്ച് പൊക്കിയത് തുടങ്ങിയത്. അത് മാത്രമൊന്നുമല്ല, ഇതിൻ്റെ മുമ്പേ അനവധി കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. എന്നിട്ട് അതൊക്കെ കാടിയനെ തീയെ പാനം ചെയ്തത്. ഇങ്ങനെ പൂതന, ശകടാസുരൻ തുടങ്ങിയതായിട്ടുള്ള അസുരന്മാരുടെയൊക്കെ വധം, അനവധി ജനിച്ചത് മുതൽ പല അത്ഭുത കൃത്യങ്ങളും കൃഷ്ണൻ കാണിച്ചതായിട്ട് അവർ കണ്ടിട്ടുണ്ട്. അപ്പം അതാണ് ആ ആദി തുടങ്ങിയതായിട്ടുള്ള രൂപത്തിലുള്ള ആ ശൈലോദ്ധരണാതിരൂപം, ശൈലോദ്ധരണം തുടങ്ങിയതായ രൂപത്തിലുള്ളതായിട്ടുള്ള അങ്ങയുടെ പ്രഭാവം, ശക്തി, ആ പ്രഭാവവിശേഷം, ശക്തി വിശേഷത്തെ കണ്ടിട്ട് ആലോക്യ കണ്ടിട്ട്. ഉച്ചൈഹി എങ്ങനെയുള്ളതായിട്ടുള്ള പ്രഭാവമാണ്? ഉച്ചൈഹി പ്രഭാവം, അത്യധികമായിട്ടുള്ള, വളരെ ഉറക്കെയുള്ളതെന്ന് വെച്ചാൽ അത്യധികമായ അങ്ങയുടെ ശക്തിവിശേഷങ്ങൾ ഈ സംഭവങ്ങളിലൊക്കെ കണ്ടിട്ട്, ശൈലോദ്ധരണം തുടങ്ങിയതായ സംഭവങ്ങളിൽ അങ്ങയുടെ അത്യധികമായിട്ടുള്ള ശക്തിവിശേഷം കണ്ടിട്ട് ഗോപലോകം, ഗോപന്മാരൊക്കെ എല്ലാവർക്കും തന്നെ ഒരുപോലെ അത്ഭുതമായി എന്നാണ്. ഗോപലോക വിശ്വേ എല്ലാവരും, ആ ഗോപലോകം മുഴുവനും തന്നെ നന്ദഗോപരോട് അങ്ങയുടെ ജാതകത്തിനെ കുറിച്ച് ചോദിച്ചു. ഈ ഗോപലോകൻ മുഴുവൻ ഗോപന്മാരൊക്കെ അങ്ങയോട് നന്ദഗോപരോട് ഭഗവാന്റെ ജാതകം എന്താണ്, എന്താ ഇങ്ങനെയൊക്കെ കാണാൻ അത്ഭുതമാണല്ലോ എന്നുള്ള വിധത്തിൽ അവർ ചോദിച്ചു എന്നാണ്. നന്ദം ഭവജാതകം അന്വപൃച്ഛൻ ചോദിച്ചു. നന്ദഗോപർ വിശ്വേശ്വരം ത്വാം അഭിമത്യ, അങ്ങയെ വിശ്വേശ്വരനാണ്, വിശ്വത്തിന് മുഴുവൻ ഈശ്വരനാണ്, ലോകത്തിന് മുഴുവൻ ഈശ്വരനാണ് എന്ന് അഭിമത്യ വിചാരിച്ചിട്ട് വിശ്വേ അവരെല്ലാവരും നന്ദഗോപരോട് ഭവജാതകം അന്വപൃച്ഛൻ, അങ്ങയുടെ ജാതകത്തെക്കുറിച്ച് അന്വപൃച്ഛൻ ചോദിച്ചു എന്ന്. ഗർഗോദിതോ നിർഗതിതോ നിജായ വർഗായ താതേന തവ പ്രഭാവ പൂർവാധികസ്ത്വയ്യനുരാഗ ഏഷാമൈതിഷ്ഠ താവത് ബഹുമാനഭാര. അപ്പോൾ നന്ദഗോപര് എന്താണ് പറഞ്ഞത് എന്ന് പറയാണ്. ഗർഗോദിത, ഗർഗനാൽ ഉദിതമായ, പറയപ്പെട്ടതായ, നേരത്തെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ പ്രസവിച്ച് അധികം കഴിയാത്തതായിട്ടുള്ള അവസരത്തിൽ വസുദേവർ പറഞ്ഞയച്ചിട്ട് ഗർഗമഹർഷി നന്ദഗോപരുടെ അടുത്തേക്ക് വന്നിട്ട്, അമ്പാടിയിൽ വന്നിട്ട് ആ ജാതകർമ്മം ചെയ്യാനൊക്കെ ആയിട്ട് നന്ദഗോപർ അപേക്ഷിച്ചു. അപ്പോൾ അതനുസരിച്ച് ജാതകർമ്മമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ മാഹാത്മ്യം ഇന്നതാണ്, ഭഗവാനാണ് എന്ന് പറയാതെ കണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെയൊക്കെ വർണ്ണിക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ ഗർഗനാൽ ഉദിതമായിട്ടുള്ളതാ. സ്നിഹ്യതീയസ്തവപുത്രേ, ആരാണ് സ്നേഹിക്കണത്? അദ്ദേഹം മുഖ്യതി സ നമായികൈ പുനഃശോകൈ, അവന് വീണ്ടും മായികമായിട്ടുള്ള ശോകങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല. ദ്രുഹ്യതീയ, ആരാണോ ദ്രോഹിക്കണത് അവൻ നശിക്കും എന്നൊക്കെ അന്ന് പറയുണ്ടായി നന്ദഗോപരോട് ഗർഗമഹർഷി. അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അന്ന്
ഞാൻ എന്താണ് അദ്ദേഹത്തിൻ്റെ വിശേഷം എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഗർഗമഹർഷി ഇങ്ങനെയൊക്കെ പറയുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഗർഗോദിത, ഗർഗനാൽ പറയപ്പെട്ടതായ നിജായ വർഗായ തൻ്റെ കൂട്ടുകാരോട്, തൻ്റെ കൂട്ടത്തിലുള്ള ആളുകളോട്, അതായത് ഗോപന്മാരോട് നിർഗതിത നിശേഷം പറയപ്പെട്ടു. ഗർഗമുനി പറഞ്ഞത് മുഴുവനെ അദ്ദേഹം നിർഗതിതമായി, നിശേഷേണ ഗതിതമായി മുഴുവനെ അദ്ദേഹം നന്ദഗോപര് മറ്റ് ഗോപന്മാരോട് പറഞ്ഞു. നിജായ വർഗായ തൻ്റെ കൂട്ടുകാരോട്, തൻ്റെ കൂട്ടത്തിലുള്ളവരോട്, അതായത് ഗോപന്മാരോട് ആ ഗർഗമുനി പറഞ്ഞതൊക്കെ നന്ദഗോപര് പറഞ്ഞു. നിർഗതിത നിശേഷം ഗതിതമായി പറയപ്പെട്ടു എന്നാണ്. വർഗായ താതേന, താതനാൽ അത് മുഴുവൻ പറയപ്പെട്ടു. ഭവൽപ്രഭാവ തവ പ്രഭാവ, അങ്ങയുടെ പ്രഭാവത്തെ മുഴുവൻ, ആ ഗർഗൻ പറഞ്ഞതായിട്ടുള്ള അങ്ങയുടെ ആ പ്രഭാവത്തെ, ശക്തിവിശേഷത്തെ മുഴുവൻ നന്ദഗോപര് മറ്റ് ഗോപന്മാരോടായിട്ട് പറഞ്ഞു. അപ്പോൾ എന്തുണ്ടായി? പൂർവാധിക ത്വയി അനുരാഗ യേഷാം ഇവർക്ക്, ഈ ഗോപന്മാർക്ക് ത്വയി അങ്ങയിൽ പൂർവാധിക അനുരാഗ ഐതിഷ്ഠ, മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അനുരാഗം, സ്നേഹം. മുമ്പ് തന്നെ സ്നേഹം ഉണ്ടായിരുന്നു. ആ ഭഗവാന്റെ ഓരോന്ന്, ഒരു കുട്ടിയുടെ, കൃഷ്ണൻ എന്നുള്ളതായിട്ടുള്ള ആ ശിശുവിൻ്റെ ഓരോരോ ചെയ്തികൾ കാണുമ്പോൾ, ലീലാവിശേഷങ്ങളൊക്കെ കണ്ടിട്ട് അനുരാഗം നല്ല പോലെ ഉണ്ടായിരുന്നു, സ്നേഹാധിക്യം ഉണ്ടായിരുന്നു. ഇപ്പം അത് പൂർവാധികമായി തീർന്നു, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി എന്നാണ്. പൂർവാധിക ത്വയി അനുരാഗ യേഷാം ഇവർക്ക് ഐധിഷ്ഠ വർദ്ധിച്ചു. താവത് ബഹുമാനഭാര, അനുരാഗം മാത്രമല്ല ബഹുമാനം ഉണ്ടായി. ബഹുമാനഭാര, ബഹുമാനത്തിൻ്റെ ഭാരവും ഉണ്ടായി. അനുരാഗവും സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടി വർദ്ധിച്ചു വന്നു ഗോപന്മാർക്ക് എന്ന്. ആരോഗ്യ ശൈരോദ്ധരണാതിരൂപം പ്രഭാവമുച്ചൈസ്തവ ഗോപരോഗാ വിശ്വേശ്വരം ത്വാമഭിമത്യ വിശ്വേ നന്ദം ഭവജാതകമന്വപൃച്ഛൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. എടുത്തു നീ പർവ്വതമെന്ന പോലെ കണ്ടിട്ടനേകം തവ ലീലഗോപർ, വിശ്വേശൻ അങ്ങെന്നതുറച്ചു പിന്നെ ആരാഞ്ഞു നിൻ ജാതകമച്ഛനോടും. നിർഗോദിതോ നിർഗതിതോ നിജായ വർഗായ താതേന തവ പ്രഭാവ പൂർവാധികസ്ത്വയി അനുരാഗ യേഷാമൈതിഷ്ഠ താവത് ബഹുമാനഭാരഃ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഗർഗൻ പറഞ്ഞുള്ള മഹത്വമെല്ലാം പറഞ്ഞു താതൻ സ്വജനങ്ങളോടും, അവർക്കു നിന്നോടനുരാഗമേറി വളർന്നു നിന്നിൽ ബഹുമാനമേറ്റം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.